CPM ഇപ്പോൾ പറയാൻ ആരുമില്ല. പണ്ടത്തെ യുവ നേതൃത്വം എന്ന് പറയാവുന്ന MP രാജേഷും ബാലഗോപാൽ ഇവരൊക്കെ മന്ത്രിയായി, രാജീവ് അവരൊക്കെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയുള്ളത് സ്വരാജ്. അവർക്കൊന്നും കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഭാവിയുള്ളതും പ്രതീക്ഷ വെക്കുന്നതുമായ യുവ നേതൃത്വം UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെതാണോ എന്നുള്ളത് ഒന്ന് തെളിയിക്കുന്നത് കൂടിയാകും ഈ നിലമ്പൂർ ഇലക്ഷൻ എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ചെറുപ്പക്കാരുടെ സാന്നിധ്യം, ഈ നേതാക്കന്മാരുടെ സാന്നിധ്യം, നമ്മൾ അതിരി കിടന്ന ആഹ്ലാദം കൊള്ളരുത്. ഇവിടെ ജയിച്ചേക്കാം. അതെ അതെ. പുതുപ്പള്ളി ഒറ്റ സ്ഥാനാർത്ഥിയുള്ളൂ, ഇവിടെയുള്ളൂ. പക്ഷേ മറിച്ച് 140 സീറ്റിലേക്കും ആയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ ലീഡർഷിപ്പിൻ്റെ പ്രവർത്തന മേഖല അല്ലെ പ്രചരണ മേഖല 140 സീറ്റിലും ആവും. ഈ ചെറുപ്പക്കാർ അവർ പലരും മത്സരിക്കുന്നവരും ആവും. അത് അപ്പം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ദുർബലമാകും. മറിച്ച് സ്വരാജിനെ പറ്റി കുഴപ്പമില്ല. സ്വരാജ് മിടുക്കനാണ്, കേരളം അറിയപ്പെടുന്ന മിടുക്കനാണ്. മീരയുടെ വരെ സപ്പോർട്ടുള്ള ആളാണ് സ്വരാജ്. അത്രയും സാഹിത്യകാരികളുടെയും ബുദ്ധിമാന്മാരുടെയും സപ്പോർട്ടുള്ള സ്വരാജ് ഇവിടെ ഈ ഒറ്റ സ്ഥലത്ത് മത്സരിക്കുന്നതുകൊണ്ടാണ് ഇത്ര ശ്രദ്ധിക്കുന്നത്. സ്വരാജിൻ്റെ നെഗറ്റീവ് പോയിന്റ്സ് വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. അതേ 150 പേരും മത്സരിക്കുന്ന സമയത്ത്, ജനറൽ ഇലക്ഷൻ്റെ സമയത്ത് സ്വരാജ് മത്സരിച്ചിരുന്നെങ്കിൽ സ്വരാജിൻ്റെ കഴിവുകളെക്കുറിച്ച് ആരും ഇത്രയും ശ്രദ്ധിക്കില്ലായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം ഏറ്റവും എന്തെല്ലാം തരത്തിലാണ് സ്വരാജിനെ പറ്റി വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് സ്വരാജിനെ പറ്റി. അതെ, അതുമാത്രമല്ല ഇപ്പോൾ ഈ UDFന്റെ യുവ നേതാക്കൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ ഒരു മുന്നേറാനുള്ള അവസരം എന്നതിനപ്പുറം അവർക്ക് വ്യക്തിപരമായി മുന്നേറാനും അതുപോലെ തന്നെ അവരുടെ കളം പിടിക്കാനുമുള്ള ഒരു അവസരമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ നമ്മൾ വടകര ചെയ്തപ്പോൾ പറഞ്ഞാണ്, ഷാഫിയുടെ കാര്യം ചെയ്തപ്പോൾ പറഞ്ഞു. ഷാഫി അവിടെ വടകര മത്സരിക്കുന്നതുകൊണ്ട് മാത്രം പല സ്ഥലത്തേക്കും, പല തൊട്ടടുത്ത കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കൊക്കെ ഇത് ഗുണം കിട്ടും. അതുപോലെ രാഹുൽ മാങ്കോട്ട് അടുത്ത പ്രാവശ്യം എനിക്ക് അടൂരേക്ക് മാറുകയാണെങ്കിൽ അവിടെ കൊല്ലം ജില്ലയിലും വ്യത്യാസം വരും. CPIക്കാർ ഒത്തിരി ചുറ്റുവട്ടം മുഴുവൻ CPI ജയിക്കുന്നതാണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. പക്ഷെ രാഹുൽ അവിടെ പാലക്കാട് നിന്ന് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം പാലക്കാട്ട് പകരം വേറെ ആളുടെ ഇപ്പം ഇല്ല. പിന്നെ സന്ദീപ് വാര്യരെ അങ്ങനെ ഒറ്റയടി ഇപ്പോൾ സന്ദീപ് വാര്യർ ബൈ ഇലക്ഷൻ മത്സരിക്കാൻ തോറ്റിരിക്കും. എല്ലാ ശക്തിയും BJP എല്ലായിടത്തും കൂടെ ഇലക്ഷൻ വരുമ്പോൾ അത്രയും പറ്റിയില്ല. സന്ദീപ് വാര്യർക്ക് ജയിച്ചു വരാം. അതെ, പൊതു തെരഞ്ഞെടുപ്പിൽ അതിനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ UDFന്റെ യുവാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യുവാക്കൾ കളം പിടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു വലിയൊരു പ്രതീക്ഷ പാർട്ടിക്കുണ്ട്. പാർട്ടിക്ക് മാത്രമല്ല, സ്റ്റേറ്റ് സംസ്ഥാനത്തിന് അത് പ്രതീക്ഷ വയ്ക്കാം. അതെ, നല്ല നേതാക്കന്മാർ, കാഴ്ചപ്പാടുള്ള നേതാക്കന്മാർ, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മന്ത്രിസ്ഥാനത്തിന് വരുന്നവരല്ല. അതെ, അതായത് ഉമ്മൻചാണ്ടിയുടെ പണ്ടത്തെ ഒരു ടീമുണ്ട്. പണ്ടത്തെ ആര്യാടൻ ഉൾപ്പെടുന്ന ടീം. അത് അതായത് മരിച്ചുപോയ പല ആൾക്കാരുമുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും മുതിർന്നു നിൽക്കുന്ന KC ജോസഫും അതുപോലെ K ബാബു, ബെന്നി ബഹനാൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. അത് കഴിഞ്ഞ് ഒരു ടീം വളർന്നു വരുന്നു എന്നുള്ളതാണ്. ഈ ടീമിനുള്ള പ്രത്യേകത, ഇപ്പോൾ വളർന്നു വരുന്ന ടീമിനുള്ള പ്രത്യേകത, ഇപ്പം നമ്മൾ ബെന്നി ബഹനാൻ്റെ കാര്യം, ആൻ്റോണിയുടെ കാര്യം പറഞ്ഞാലും ഇവരെല്ലാം ഗ്രൂപ്പിൻ്റെ ആളെന്നുള്ള നിലയിൽ മാത്രം കിട്ടിയ പ്രാധാന്യം. ഇവരിൽ കൂടെയല്ല ഗ്രൂപ്പ് അറിയപ്പെട്ടിരുന്നത്. ഇവർ ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിച്ച ഇവരെ അറിഞ്ഞു. ഷാഫി പറമ്പിൽ നമ്മൾ അങ്ങനെയല്ല അറിയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങനെയല്ല അറിയുന്നത്. ഇവരെല്ലാം വിഷ്ണുനാഥ സൂത്ര കൗശലപൂർവ്വം, ഇവരിൽ ഏറ്റവും ബുദ്ധിമാൻ വിഷ്ണുനാഥ കൗശലപൂർവ്വം ഇവരുടെ തോളിൽ കൈയിട്ട് എൻ്റെ സ്വന്തമാണ് മട്ടിൽ നിൽക്കുക. മറിച്ച് ഈ ആൻ്റോ ആൻ്റണിക്കൊന്നും ആ ഒരു മെച്ചങ്ങളില്ലായിരുന്നു. നേതാവാണ്, അത് ഗ്രൂപ്പ് കൊടുത്താൽ ഉമ്മൻചാണ്ടി ഉള്ളിടത്തോളം കാലം ആരുടെയെങ്കിലും ഇപ്പോൾ ആന്റോ ആന്റണി KC വേണുഗോപാലിന്റെ ആളായി മാറിക്കഴിഞ്ഞു എന്നും പറയുന്നത് കേൾക്കുന്നുണ്ട്. അതേതായാലും ഉമ്മൻചാണ്ടിയുടെ കൂടെ നടക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ ബെനിഫിറ്റ് അല്ലാതെ ആ രീതി വന്ന ഏറ്റവും വലിയ കാഷ്വാലിറ്റി എം ലിജുവിനെ രമേശ് ചെന്നിത്തല ഞെക്കിക്കളഞ്ഞു. കാരണം രമേശിന്റെ ഏറ്റവും അടുത്ത ആളായിട്ട് കൊണ്ടുനടന്ന കുറേ ആള് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ വന്നു. അങ്ങനെ നേതാവ് കൈവിടുമ്പോൾ തീരെ നശിച്ചു പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവർ ഈ പറയുന്ന യുവ നേതാക്കൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെ അത്രയ്ക്കും ഒരു ജനസമ്മതിയായി വരില്ലെങ്കിലും PC വിഷ്ണുനാഥൊക്കെ ഈ ഇപ്പോൾ വളർന്നു വന്ന ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിനെ നയിക്കാനുള്ളൊരു ആ സ്ഥാനമാണ് നോക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായിട്ടാണ് കൃഷ്ണ നോക്കുന്നത്. പോരാ ആരാ
ആന്റോ ടീം അവരുടെയൊക്കെ കാലം കഴിഞ്ഞു ബെന്നി ബെഹനാനൊന്നും പോരാ, പോരാ. ഞാൻ നയിച്ചോളാം എന്നുള്ള അതെ. ഇവിടെ ബെന്നി ബെഹനാനാണ് ഒന്നാമത്തെ ചാൻസ് ആയിട്ട് പറഞ്ഞത്. ബെന്നി ബെഹനാനാണ് പറഞ്ഞിരുന്നത് അതെ ഗ്രൂപ്പിൽ. അതെ അതെ പിന്നെ കെ ബാബുവിന് ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ പിന്നെ ഗ്രൂപ്പിനെ KC ജോസഫും അവസരമായി. അതെ പിന്നെ ആരെ ഗ്രൂപ്പിനെ നയിക്കാൻ വിഷ്ണുനാഥേ ഉള്ളൂ. അതെ അതെ ഇവയുടെ കാര്യം പറയുമ്പോൾ പറയും ഷാഫി അങ്ങനെ പറയുമ്പോൾ ഷാഫി പയ്യന ചെറുപ്പം കുറച്ചുകൂടെ അതെ വെയിറ്റ്. അതെ മാങ്കൂട്ടും അതേ അതെ, അതേ അവസ്ഥ. അതിനേക്കാൾ പയ്യന. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ അവരെയെല്ലാം ഒന്ന് ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് വീണ്ടും ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലേക്ക് തന്നെ പോവുകയാണ് ഇതെന്ന് തോന്നുന്നു. അപ്പോഴാണ് ഈ ഉമ്മൻചാണ്ടിയുടെ പേരും പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ഉണ്ടാവുമ്പോൾ തന്നെ ചാണ്ടി ഉമ്മൻ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണേണ്ടി വരുന്നത്. അത് ചാണ്ടിയുമ്മനെ ഒഴിവാക്കിക്കൊണ്ടൊരു സിസ്റ്റം ഇവിടെ ഉണ്ടാവില്ല, തൽക്കാലത്തേക്ക് ഉണ്ടാകില്ല. ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പല അവസരങ്ങളിലും ചാണ്ടി ഉമ്മനെ മാറ്റി നിർത്തി. പാലക്കാട് തെരഞ്ഞെടുപ്പിലടക്കം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒരേ പ്രായത്തിൽ നിൽക്കുന്ന, ഒരേ ദില്ലിയിൽ പഠിച്ച, ഒരേ സമയത്തുള്ള നേതാക്കന്മാർ, ചാണ്ടി ഉമ്മനും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ ഒരേ തരത്തിലുള്ള ആളുകൾ അവിടെ ചാണ്ടി ഉമ്മനെ വേണ്ട തരത്തിൽ പരിഗണിച്ചിട്ടില്ല പാലക്കാട് എന്നുള്ളത് അനുഭവം കൊണ്ടാണ് ഒറ്റയാൾ പോരാമായിട്ടാണ് ചാണ്ടി ഉമ്മൻ ഇവിടെ വരുന്നത്. നിങ്ങളാരും ഇല്ലെങ്കിലും ജനങ്ങളെ കാണാനും അവരുമായിട്ട് ബന്ധപ്പെടാൻ തന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത ഒരാളായിരുന്ന ആര്യാടന്റെ മണ്ണിൽ അത് പലർക്കും ഉള്ളൊരു മുന്നണിപ്പാണ്. അതെ 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 ആര്യാടന്റെ മണ്ണിൽ എനിക്കും പലത് ചെയ്യാൻ കഴിയും, പലതും ചെയ്യാൻ എനിക്ക് കഴിയും, എൻ്റെ പിതാവിൻ്റെ പേരും പറഞ്ഞ് എന്നുള്ള ഒരു ആ ശക്തമായ ചാണ്ടി ഉമ്മന്റെ മുന്നേറ്റം ഒന്ന് കണ്ണു തുറപ്പിക്കുന്നത് ഷാഫി പറമ്പിലിന്റെയും ടീമിനെയും ആയിരിക്കും. പിന്നെ ഇവർക്കൊരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിൽ ഇതിലുള്ളവർക്കുള്ള പ്രശ്നം, നാളെ പറയും ആന്റണിയുടെ മകൻ പോയി അതിന്റെ പുറകെ മറ്റവനും പോകും, അല്ല ചാണ്ടി ഉമ്മനും BJP പോകും, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി കരുണാകരന്റെ മകൾ പോയി. അങ്ങനെ ഇവർ ആരെയെങ്കിലും ഒന്ന് ഇവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഇവരെക്കാൾ വലിപ്പം തോന്നി. ഇപ്പൊ ശശി തരൂർ നാളെ BJP പോവാം, പെരിയ ബാലകൃഷ്ണൻ അല്ല പെരിയ ബാലകൃഷ്ണൻ നാളെ CPM പോവാം. ഈ രീതിയിലുള്ള പ്രചരണം നടക്കാം. ഇവർക്ക് ഇഷ്ടമില്ലാത്തവർ, അവര് തന്നെ അറിയാത്ത കാര്യങ്ങളാണ് മറ്റുള്ളവർ, അത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. കാരണം അവനെ പുറത്താക്കാലേ എനിക്ക് രക്ഷയുള്ളൂ. അവനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതാണ് കളി. അതെ അതെ അതെ. അങ്ങനെയുള്ള കളികൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഓണത്തിനിടക്ക് പുട്ട് കച്ചവടം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ആര്യാടൻ ഷൗക്കത്തും UDF-ഉം വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ കളവും പിടിക്കണം, അല്ലെങ്കിൽ ഞങ്ങളും അവിടെ ശക്തരാകണമെന്ന് തോന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനും മകനും ഷാഫിയും ചാണ്ടി ഉമ്മനും മാറിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ നിലമ്പൂരിലേത്.